120 ഷൂട്ടുണ്ടായിരുന്ന ഒരു വലിയ പടമായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇങ്ങനൊരു നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡ്രാമാസ് ഉള്ള മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഒരുപാട് ജോണർ ഷിഫ്റ്റിൽ വരുന്ന ഒരു ഓരോ 10 മിനിറ്റ് കൂടുതൽ ഓരോ ജോണർ ഷിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇതുണ്ടായ എക്സ്പെരിമെന്റ് ഈ സിനിമയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ നിസാം പറയുന്നു, അതുപോലെ കൂടെ കട്ടയ്ക്ക് കൂടെ വെക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഞാനിപ്പോഴാണ് ഈ പടം മൊത്തത്തിൽ കാണുന്നത്. പല കാര്യങ്ങളും ഇതിങ്ങനെയാണല്ലോ, ഇതിപ്പോഴാണ് ഇത് കണക്ട് ആയത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും നിസാമിന് തന്നെയാണ്. ഒരു നിസാം ബഷീർ പടമാണ്. ഗംഭീര അഭിപ്രായം, ഗംഭീര പടമായിരിക്കും ഉറപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് പടം തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഒരു നടൻ എന്ന നിലയിൽ കാലിദ് റഹ്മാന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയുക, എനിക്ക് റഹ്മാനെ നേരത്തെ അറിയാം. നമ്മൾ ABCD തൊട്ട് ഒന്നിച്ച് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയാണ്. എന്താ അങ്ങനെ ഒരു നടൻ എന്ന രീതിയിൽ, ഡയറക്ടർ എന്ന രീതിയിലൊന്നും അല്ലല്ലോ. എല്ലാവരും സൂപ്പറല്ലേ, പുള്ളി വേറെ ലെവലാണ്. നല്ല അടിപൊളി കോംബോ. അവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി നല്ലതായിരുന്നു. പടം നിസാമിന്റെ ഗ്രേറ്റ് ജോബ്. പടത്തിന്റെ ജോണർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹക്കീം എങ്ങനെ ഉണ്ടായിരുന്നു? റിയലി ലൈക്ക് കുട്ടികളുടെ പെർഫോമൻസ് ഭയങ്കര നല്ലതായിരുന്നു. രണ്ടുപേരും നല്ല നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. രാജുവിന്റെ പെർഫോമൻസിനെ പറ്റി സൂപ്പർ, എല്ലാ അടിപൊളി, എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ അടിപൊളി. എല്ലാവരും പോയി കാണണം. ഓണത്തിന് മറ്റൊരു രാജ്യത്തോട് ഒരുമിച്ച് വരികയാണ് ഖലീഫ. അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? രാജേട്ടനോട് കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം വലിപ്പമുള്ളൊരു കഥാപാത്രം, എത്രത്തോളം അല്ലേ വലിപ്പമുള്ള കഥാപാത്രം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വലിപ്പത്തിലല്ല കാര്യം. നല്ല ഖലീഫ ഓണം തൂക്കുന്ന ലെവലിലേക്കുള്ള ഇൻഫോർമേഷൻ പടായിട്ടാണോ? ഖലീഫ ഓണം തൂക്കുണ്ടാവും എന്തായാലും അങ്ങനെ തന്നെയാണ്. അടിപൊളിയാണ്, ഭയങ്കര റെസ്പെക്ട് ആൻഡ് ഗംഭീരമായിരിക്കും. എത്ര ഫൈറ്റ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനൊന്നുമില്ല, ഫൈറ്റൊന്നുമില്ല. പക്ഷെ ഭയങ്കര വൈശാഖേട്ടൻ്റെ കണ്ടപ്പോൾ മേക്കിയാണ് ഭയങ്കര രസമാണ്. ജോമോച്ചേട്ടൻ്റെ ക്യാമറയാണ്, എന്നിട്ട് ഭയങ്കര രസമാണ്. എഴുതിയിരിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് നോക്കാം. എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ്. ലാലേട്ടൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കോമ്പിനേഷൻ അവരൊക്കെ വേറല്ലേ ഇനി വരാനുള്ള പ്രൊജക്റ്റ് ഖലീഫ അല്ലാതെ ഡ്രീം ബാച്ചാണ് ഇനി അത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ 1000 ബേബീസ് സീസൺ സെക്കൻഡ് സീസൺ ഉണ്ട്. ഓക്കെ, താങ്ക് യു. പാർവതി എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നു. അതേപോലെ സംഗീതവും എല്ലാം ചേർന്ന ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് ചിത്രം. ഒട്ടും മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് വാച്ച് ചെയ്യണം. എന്തായാലും എക്സ്ട്രാ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലൊരു ഇഷ്ടപ്പെട്ടത് ഭയങ്കര ആക്ഷൻസിന്റെ ഏറ്റവും രണ്ടുപേരും അടിപൊളിയായിട്ട് പുതിയ താരങ്ങളെ കുട്ടികൾ നല്ല ഫിലിമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കും. മാക്സിമം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പറയാൻ പറ്റും. രാജേട്ടൻ്റെ പല പെർഫോമൻസും കണ്ടിട്ടുണ്ട്. ഇതൊരു നോമിനേറ്റ് പെർഫോമൻസ്. ഒരു ആവറേജ് മാനായിട്ട് ആരും ശ്രദ്ധിക്കാത്ത നമ്മളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉള്ള ആരെങ്കിലും കണ്ടിട്ടുള്ള ഒരാളെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ലെവലുള്ള പെർഫോമൻസ് തന്നെയാണ്. എന്താ പറയുക, ഒരു ആവറേജ് മാൻ്റെ ലൈഫിൽ ഇതേപോലെ സംഭവം നടന്നാലും അയാൾ എങ്ങനെ സൊസൈറ്റിയെ ഫേസ് ചെയ്യും, സൊസൈറ്റി എങ്ങനെയാണ് അയാൾ കാണുന്നത്, അതൊക്കെ നമുക്ക് സ്ക്രീനിലൂടെ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ പറയുക, ഓവർ എക്സ്പെക്ടേഷനിൽ വരാതിരിക്കുന്ന എനിക്ക് ഏറ്റവും പറ്റും. ഇത് ലോകത്തിൽ കാണാൻ പറ്റുന്ന പോലെ വന്ന് കണ്ടുമാണ് സാറ്റിസ്ഫൈഡ് നല്ല ഫിലിമാണ്. നല്ല നെറ്റിയും നല്ല സ്റ്റൻസ്, നല്ല ബീജം, എന്താ പറയുക, നല്ല എക്സ്പീരിമെൻ്റ് ചെയ്യാൻ നല്ല ഫിലിം തന്നെയാണ്. പൃഥ്വിരാജിനെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള പടമാണല്ലോ, ആർക്കും ഒരു ഹൈപ്പൊക്കെ ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ വെയിറ്റ് ചെയ്തോ? ഞാൻ പറയില്ലേ, പൃഥ്വിരാജ് എന്ന ആക്ടറിനെ എക്സ്പെക്ട് ചെയ്ത് വരും. രാജീവിനെ കാണാൻ വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ്. അടിപ്പടാണോ? അടിയുണ്ട്, നല്ല 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 സ്റ്റൻസാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല ബീജിയമാണ്, നല്ല ക്യാമറ വർക്കാണ്, ഗംഭീരമാണ്. ഞാൻ നിങ്ങളുടെ തിയേറ്റർ കാണാൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഓവർ എക്സ്പെക്ടേഷൻ ഇടുന്നത്. നിങ്ങൾ തിയേറ്റർ കാണുമ്പോൾ നിങ്ങളെ
സാറ്റിസ്ഫൈ ആവും. ഈ പാർവതി പൃഥ്വിരാജ് കോംബോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു ആ കോമ കാണാനായിട്ട്. ഞാനല്ലോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എങ്ങനെയാണോ അതേപോലെയാണ്. വിശ്വസിക്കുന്ന മാധ്യമങ്ങളെയാണ്. ആ വിശ്വസിക്കുന്ന മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളെ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അത് ജനങ്ങളുടെ കുറ്റമല്ല. നമ്മൾക്ക് എല്ലാവർക്കും മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്ങനെ ഒരു വാർത്തയെ ജനങ്ങളുടെ മുമ്പിലേക്ക് വിടണം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവർ പറയും TRP റേറ്റിംഗാണ്, ബിസിനസ്സാണ് മാധ്യമം എന്ന് പറയും. സോ ഇതിങ്ങനെ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സൈക്കിളില്ലേ, ലൈഫ് സൈക്കിളിനെ പറ്റി അതുപോലത്തെ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളെല്ലാവരെയും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും പ്രശ്നങ്ങളും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒന്നിനെയും നിങ്ങളാണ് കുറ്റക്കാരെന്ന് കൈ ചൂണ്ടി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് ഒരു ഗംഭീര പൊളിറ്റിക്കൽ സറ്റയറാണ്. താങ്ക് യു.